നമസ്കാരം. ഞാൻ യാത്രകൾ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രകളിൽ ഒന്നായിരുന്നു ഇത്. ഈ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. തൃശ്ശൂർ വഴി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ലക്ഷ്യസ്ഥാനം എന്ന് വെച്ചാൽ കോയമ്പത്തൂരാണ്. സാധാരണ കോയമ്പത്തൂർ പോകാറുള്ളത് പാലക്കാട് വഴിയാണ്. അതാകുമ്പോൾ എളുപ്പ റൂട്ടാണ്, നല്ല റോഡാണ്. 6 വരി പാതയുണ്ട്, എനിക്കൊന്ന് 8 വരി പാത വരെ ഉണ്ടെന്ന് തോന്നുന്നു കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴിക്ക്. വളരെ സുഖകരമായിട്ടുള്ള യാത്രയാണ് നമ്മൾ പാലക്കാട് വഴി കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. പക്ഷേ ഈ യാത്രയെന്ന് വെച്ചാൽ ഒരു കാടിൻ്റെ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ചാലക്കുടിയിൽ നിന്ന് നേരെ അതിരപ്പള്ളി, അതുപോലെ വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചി വഴി കോയമ്പത്തൂരിലെത്താം. ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന വലിയൊരു വനമാണ്. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒറ്റയ്ക്കുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. രാവിലെ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. രാത്രിയൊക്കെ ഉറപ്പായിട്ടും ആന ഇറങ്ങും, അതുപോലെ മറ്റുള്ള വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ നമ്മൾ പോകുന്ന വഴിക്ക് റോഡിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. ഞങ്ങൾ പോകുന്ന വഴി ഒരു സിംഹവാലൻ കുരങ്ങനെ കണ്ടായിരുന്നു, അതുപോലെ മലയണ്ണാനയും കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ മൃഗങ്ങളെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാത്രി തന്നെ യാത്ര ചെയ്യണം. പക്ഷേ അത് വളരെയധികം ഡേഞ്ചറാണ്. ഇടയ്ക്കൊക്കെ നമുക്ക് നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് ഇതുപോലെ വണ്ടി നിർത്തിയിട്ട് കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെ യാത്ര തുടരാവുന്നതാണ്. ഈ ഒരു റൂട്ടിലെ പ്രത്യേകത എന്ന് വെച്ചാൽ തിരക്ക് വളരെ കുറവാണ്. ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു തിരക്ക് കുറഞ്ഞാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്നാലും നമ്മൾ പോകുന്ന സമയത്ത് ഇത് വളരെ തിരക്ക് കുറവായിരുന്നു. കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമമായ മലക്കപ്പാറയാണ്. ഈ മലക്കപ്പാറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് തേയിലത്തോട്ടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാറിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഇവിടെ തൊട്ട് അങ്ങോട്ട്. തമിഴ്നാട്ടിലോട്ട് കയറും തോറും അതിഗംഭീരമാണ്. ആ കാഴ്ചകളൊക്കെ നമ്മൾ ഇതിലൂടെ വന്ന് കണ്ട് ആസ്വദിക്കേണ്ടതാണ്. ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള ഈ യാത്രയുണ്ടല്ലോ, പറയാൻ വാക്കുകളില്ല, അതിഗംഭീരം. ഞങ്ങൾ മലക്കപ്പാറയിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ക്ഷേത്രം കണ്ടേ. തമിഴ്നാട് മാതൃകയിലുള്ള ക്ഷേത്രമാണ്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾ ആരാധന നടത്തുന്ന ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഇത് കേരളത്തിൻ്റെ ഭാഗമാണ്, ഈ സ്ഥലം കേരളത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ ക്ഷേത്രം തമിഴ്നാട് മാതൃകയിലുള്ളതാണ്. ആ യാത്രയിൽ ക്ഷേത്രം നമ്മളെ തീർച്ചയായിട്ടും വിസ്മയിപ്പിക്കും. കാരണം തേയിലത്തോട്ടങ്ങളുടെ നടുക്ക് നിൽക്കുന്ന വളരെ ചെറിയൊരു ക്ഷേത്രം, വർണ്ണാഭമായ ക്ഷേത്രം. അത് ഒരുപാട് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് നല്ല രസമായിട്ടുള്ള ഒരു ക്ഷേത്രം. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നേ. വളരെ രസകരമായിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ. നമ്മൾ കേരളവുമായിട്ട് എത്ര വ്യത്യസ്തമായിട്ടാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. നോക്കിയേ, കേരള ക്ഷേത്രങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേരളത്തിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട് തമിഴ്നാട്ടുകാരുടെ ക്ഷേത്രമാണ്. തമിഴ് നാട്ടിലുള്ള ആൾക്കാരാണ് ഇവിടെ ആരാധന നടത്തുന്നത്. അതുവഴി പോകുന്ന സഞ്ചാരികൾക്ക് ഈ ക്ഷേത്രം നല്ലൊരു കാഴ്ച സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടാണ്. അവിടെ നിന്ന് നമുക്ക് ആ തേയിലത്തോട്ടങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും.
ആ ക്ഷേത്രത്തിലെ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. ആ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഞങ്ങൾ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് വേറെ ആരുമില്ല, വാഹനങ്ങളൊന്നുമില്ല. അത്രയ്ക്ക് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാം. വളരെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു യാത്ര. അപ്പോൾ ഞങ്ങളിതുവരെ തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടില്ല കേട്ടോ. തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ആ ഒരു നിലവാരം തന്നെ മാറും. ഇപ്പോൾ ഈ റോഡ് നോക്കി വളരെ മോശപ്പെട്ട റോഡായിരുന്നു. എനിക്കൊന്ന് വാഴച്ചാൽ കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ മലക്കപ്പാറ തമിഴ്നാട് അതിർത്തി വരെ, കേരള തമിഴ്നാട് അതിർത്തി വരെ വളരെ മോശം റോഡായിരുന്നു. തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ നിങ്ങൾ നോക്കണം ആ ഒരു മാറ്റം. അവിടെ പ്ലെയിൻ ഓടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഗംഭീരമായിട്ടുള്ള റോഡായിരുന്നു. Do you think we'll ever go back down? I don't know. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തമിഴ്നാട് കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമാണ്. ഇവിടെ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. കേരളത്തിൻ്റെ റോഡ് മാറി തമിഴ്നാടിൻ്റെ റോഡ് വരികയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും, നോക്കണം. ഇത്ര ഗംഭീരമായിട്ടാണ് തമിഴ്നാടിൻ്റെ റോഡ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ആരംഭിക്കുന്ന റോഡ് എത്ര ഗംഭീരമാണ്, പറയാൻ വാക്കുകളില്ല. ഇനിയിപ്പോൾ വാൽപ്പാറയാണ്. വാൽപ്പാറയെന്ന് വെച്ചാൽ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മൂന്നാറിനെ കഴിയും എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു വളരെ ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ് വാൽപ്പാറ. ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു ഞാനിങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. വളരെ സന്തോഷം തോന്നിയ ഒരു യാത്രയായിരുന്നു. കേരളത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം റോഡ് മോശം അവസ്ഥ ഒടിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ രാവിലെ യാത്രയാണോ എന്ന് ഞാൻ പ്രത്യേകം പറയണം. രാത്രിയായി കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉറപ്പായിട്ടും ഉണ്ടാകും. അതിൻ്റെയൊക്കെ തെളിവ് നമുക്ക് റോഡുകളിൽ കാണാവുന്നതാണ്. വാൽപ്പാറയിലെ കാഴ്ചകളെന്ന് പറയുമ്പോൾ വളരെ ഗംഭീരമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നേരിട്ട് വന്ന് കണ്ട് തന്നെ ആസ്വദിക്കേണ്ടതാണ്. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും വാൽപ്പാറയിൽ സഞ്ചരിച്ച് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്തി കിടിലം ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ല. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.